സമയം വളരെ മുൻപോട്ട് പോകുന്നു. സമയം ഒരിക്കലും പുറകോട്ട് പോകാറില്ല. അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ സഭായോഗത്തിൽ എനിക്കും സംബന്ധിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. അപ്പോയിൻമെൻറ്റ് തന്നതിൽ ചർച്ചിനും പ്രിയപ്പെട്ട ജോൺസൺ പാസ്റ്റർക്കും പ്രത്യേക നന്ദി പറയുന്നു. ഞാൻ വയനാട് ജില്ലയിൽ ആണ് താമസിച്ച് സുവിശേഷ വേല ചെയ്യുന്നത്. കർത്താവിൻ്റെ മഹാകരുണ കൊണ്ട് അത്രയും വർഷം അവിടെ പിന്നിടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിൽ ചില ആളുകളെ കണ്ടിട്ട് വിഷമിച്ചിരിക്കുന്നവരെ പോലെ തോന്നുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഒരു പ്രാവശ്യവും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മലയാളം അറിയാം, അതിൽ സന്തോഷം. ഒരിക്കൽ ഒരു പാസ്റ്റർ എഴുന്നേറ്റ് ഇന്നിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം അദ്ദേഹത്തിന് തോന്നി ചില ആളുകളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന്. മയങ്ങിയിരിക്കുന്ന പോലൊക്കെ തോന്നി അദ്ദേഹത്തിന്. നമ്മുടെ എല്ലാ സഭയിലും ഉണ്ട് മയങ്ങിയിരിക്കുന്ന ആളുകൾ. ഒരു പാതി മയക്കത്തിൽ ഇങ്ങനെ ഇരിക്കും, ഹല്ലേലൂയ പറയാൻ നേരത്തൊക്കെ കൈവെക്കും, പക്ഷേ സംഭവം ആൾ മയക്കത്തിലാണ്. അപ്പോൾ പാസ്റ്റർ ഉറക്കെ വിളിച്ചു ചോദിച്ചു, നരകത്തിൽ പോകാൻ ഇഷ്ടമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അന്നേരം മയങ്ങിയിരുന്ന ഒരാളുടെ ബ്രെയിനിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നുള്ള ഭാഗമേ കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം കട്ടായി പോയി. ആ പാവം ചാടി എഴുന്നേറ്റു. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. ചിരിച്ചപ്പോൾ പാസ്റ്റർ ചോദിച്ചു, ബ്രദറെ എന്തിനാ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് അറിയാമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ എന്തിനാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആ കാര്യത്തിന് വേണ്ടി ഞാനും പാസ്റ്ററും മാത്രമേ എഴുന്നേറ്റ് നിൽക്കുന്നുള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് യോഗം കഴിയാതെ ആരും എഴുന്നേക്കരുത്. നിങ്ങളെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആ മുഖത്തൊക്കെ വിഷമം കണ്ടുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ജോൺസൺ പാസ്റ്ററും സിസ്റ്റർ ജെനിയും അവരെ പരിചയപ്പെടാൻ എനിക്ക് അവസരം ലഭിച്ചത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇന്ന് നമ്മോട് കൂടെയുള്ള കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CI ജേക്കബ്, അതുപോലെ ഈ സഭയിൽ ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരാളാണ് ബ്രദർ സ്റ്റീഫൻ. അദ്ദേഹത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ റോണ്, പാട്ടുപാടിയ സിറില്, സഹോദരിമാർ, ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വളരെ കുറഞ്ഞ സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. വേഗം നമുക്ക് വചനത്തിലേക്ക് വരാം. യേശയ്യാ പ്രവചനം 55-ാം അധ്യായം, ഐസിയാസ് ചാപ്റ്റർ 55 വേർഡ്സ് 8, 9, 11. ഈ 3 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. ഐസിയ ചാപ്റ്റർ 55 വേർഡ്സ് 8, 9, 11. ഇത്രയും വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ഇവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് 11-ാമത്തെ വാക്യത്തിൽ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എൻ്റെ അടുക്കലേക്ക് മടങ്ങാതെ അത് നിവർത്തിക്കുകയും അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഈ 2025 നമ്മെ സംബന്ധിച്ച് ദൈവവചനത്തിൻ്റെ നിവൃത്തി കണ്ട് സന്തോഷിക്കേണ്ട ഒരു വർഷമാണിത്. സ്തോത്രം. നമുക്കറിയാം, ദൈവവചനം നമ്മുടെ കയ്യിലുള്ള ഈ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം, ഇതിന് പ്രത്യേക ശക്തിയൊന്നുമില്ല. ശക്തി ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇതിന് ശക്തിയില്ല. പക്ഷേ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചനത്തിന് ശക്തിയുണ്ട്. ആ വചനം അങ്ങനെ തന്നെ ഇരുന്നാൽ അതിനൊരു ശക്തിയില്ല. എന്നാൽ ആ വചനം വിശ്വസിക്കുന്ന ജോൺസൺ പാസ്റ്ററുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ, വിശ്വസിക്കുന്ന സ്റ്റീഫൻ ബ്രദറിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ, വിശ്വസിക്കുന്ന ജേക്കബ് പാസ്റ്റർ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ, വിശ്വസിക്കുന്ന അധരങ്ങൾ ഈ ഇവിടെയുള്ള ഓരോ സഹോദരന്മാരുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആ വചനത്തിൻ്റെ അകത്ത് ശക്തിയുണ്ട്. നമ്മളിപ്പോൾ ദൂരെയുള്ള ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നിരിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുവെന്ന വചനപ്രകാരം ഞങ്ങൾ ഇന്ന ആൾക്ക് വേണ്ടി, വളരെ ദൂരെയാണ്, ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുമ്പോൾ ഈ അടിപ്പിണരാൽ സൗഖ്യം വന്നു എന്നുള്ള വചനമുണ്ടല്ലോ, ആ വചനത്തിൻ്റെ അകത്തൊരു ദൈവിക ശക്തിയുണ്ട്. ആ ശക്തി, വേഗത്തിൽ സഞ്ചരിക്കുന്ന വചനം,
അവിടേക്ക് ചെന്ന് ക്രിയ ചെയ്ത് പൂർണ്ണമായും സൗഖ്യമാക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, ദൈവവചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഭൂമി പാഴിശൂന്യവുമായിരുന്നു. ഓർത്തു നോക്കിയാൽ നമുക്കറിയാം, പാഴിശൂന്യവുമായിരുന്നു എന്ന് മാത്രവുമല്ല, അവിടെ മുഴുവൻ ഇരുള് വ്യാപിച്ചു കിടന്നിരുന്നു. എത്ര ദയനീയമാ സ്ഥിതി! ഓർത്തു നോക്കിയേ, ഒന്ന് പാഴിശൂന്യമായിട്ട് കിടക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഇരുട്ടും കൂടെ. ഏതെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. പക്ഷേ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ഇരുളുണ്ടാകും, ചിലപ്പോൾ പാഴ്ശൂന്യതയും ഉണ്ടാകും. പക്ഷേ അത് അവസാനമല്ല, അതിൻ്റെ അപ്പുറം പ്രവർത്തിക്കുന്ന ആഴത്തിന് മീതെ ഇരുളുണ്ടാകാം. പക്ഷേ ഇരുളിനെ ഭേദിക്കുന്ന ദൈവശക്തിയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഒരു ദൈവിക പ്രവൃത്തിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നപ്പോൾ ഇവിടം കൊണ്ട് തീർന്നു എന്ന് നമ്മൾ പലരും വിചാരിച്ചു. അത് ഫുൾ സ്റ്റോപ്പ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയുള്ള ഫുൾ സ്റ്റോപ്പുകളെ കർത്താവ് അത് മായ്ച്ചു കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യ ചിഹ്നങ്ങളെ കർത്താവ് മായ്ച്ചു കളഞ്ഞിട്ട് അത് ആശ്ചര്യ ചിഹ്നമാക്കി കർത്താവ് മാറ്റി. നമ്മുടെയൊക്കെ ജീവിതം അതിനൊത്തിരി സമാനമാണ്. ഇപ്പം നമ്മൾ ജെന്നി സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം കേട്ടല്ലോ. നടക്കുകയില്ല, കുഞ്ഞിനെ പഠിക്കാൻ പറ്റത്തില്ല, പോകാൻ സാധിക്കുകയില്ല എന്നുള്ള ചിന്തകൾ മുന്നിൽ നിൽക്കുമ്പോൾ, നിയമങ്ങൾ എതിരായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിയമത്തിൻ്റെ പ്രൊവിഷൻ അനുവദിക്കാതിരിക്കുമ്പോൾ, ഉയരത്തിലെ ദൈവത്തിൻ്റെ കലവറയിൽ ഒരു പ്രൊവിഷനുണ്ട്. ആ പ്രൊവിഷൻ ആകാശം കീറി ഉയരങ്ങളിൽ നിന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന സാക്ഷ്യങ്ങൾ കേട്ട് വളർന്നവരാണ് നമ്മൾ ഒട്ടും ക്ഷീണിക്കാൻ പാടില്ല സത്യത്തിന്. കാരണം നമ്മൾ പണ്ട് മുതലേ ഇതാ കേൾക്കുന്നത്. അതുകൊണ്ട് നാം ഒട്ടും അധൈര്യപ്പെടരുത്, ഒട്ടും ഭയപ്പെടുകയും അരുത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം, അതിന് ഗ്രീക്കിൽ പറയുന്നത്, ഈ ലിറ്ററൽ വേർഡിന് ലോഗോസ് എന്നാണ്. ഞങ്ങളൊക്കെ ബൈസ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ലോഗോസിന് പ്രത്യേക ശക്തിയൊന്നുമില്ല ഇതിന്. എന്നാൽ ഒരു വിശ്വസിക്കുന്ന ഒരാളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അതിൽ റേമ എന്ന ദൈവശക്തിയുണ്ട്. അത് രണ്ട് ഗ്രീക്ക് വാക്കുകളാണ്. റേമ എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞിരിക്കുന്ന ദൈവശക്തി. ആ ശക്തി ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ ഒരു കുഞ്ഞു വന്ന് പറയുക, പാസ്റ്റങ്ങളെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ പാസ്റ്റങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, അവരുടേതാണ് ദൈവരാജ്യമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അവൻ ഔദാര്യമായി ഭർഷിക്കാതെ നൽകുന്ന ദൈവത്തോട് അപേക്ഷിക്കട്ടെ എന്ന വചനം പോലെ ഞാൻ ഈ കുഞ്ഞിന് ജ്ഞാനം ഉണ്ടാകാൻ, ഓർമ്മ കിട്ടാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ജോൺസൺ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവവചനമെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ പ്രപഞ്ചത്തെ ക്രിയേറ്റ് ചെയ്ത ദൈവവചനമാണ്. ഈ പ്രപഞ്ചത്തെ ശക്തിയുള്ള വചനത്തിൻ്റെ അകത്ത് കർത്താവ് പൊതിഞ്ഞ് സൂക്ഷിക്കുക. സകലത്തെയും തന്നെ ശക്തിയുള്ള വചനത്താൽ സൂക്ഷിക്കുന്ന ആളാണ് ദൈവം. വചനം കൊണ്ടാണിത്. അതുകൊണ്ട് ആ വചനം നമ്മുടെ കരങ്ങളിൽ തന്നെങ്കിൽ, അത് നമുക്ക് സുതാര്യമായി നമുക്ക് ലഭിച്ചെങ്കിൽ, നമ്മളെ പോലെ ഭാഗ്യമുള്ളവർ വേറെയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികളുമല്ല നിങ്ങളുടെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഈ 2024 വരെ
നമ്മുടെ ചിന്തകളായിരിക്കാം ചിലപ്പോൾ. എന്നാൽ ആത്യന്തികമായി ഞാനൊരു കാര്യം പറയാം. ഈ 2025 സർവശക്തനായ ദൈവം ഈ സഭയോട്, ഇവിടെയുള്ള ദൈവമക്കളോട് പറയുന്ന ഒരു സന്ദേശമാണ്: നിങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തിൻ്റെ വഴികളും നമ്മുടെ ചിന്തകളെക്കാൾ, നമ്മുടെ വഴികളെക്കാൾ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ചിന്തകൾക്ക് മീതെ ചിന്തയുള്ള ദൈവം, നമ്മുടെ വഴികൾക്ക് മീതെ വഴിയുള്ള ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേദപുസ്തകത്തിൽ ഒരു വാക്യം പെട്ടെന്ന് എടുക്കാം. ഞാനത് പറയാം, എടുത്തു വായിക്കാൻ അത്രയും സമയം കൂടെ പോകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ സംഭവം പറയാം. ഒരു വീട്ടിൽ നിന്ന് ഒരു പോയിന്റ് കൊടുത്ത് കൂട്ടാവും ഈ മോണിറ്റർ. ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മയെയും മകനെയും കൂടെ ഇറക്കി വിട്ടു. ഏത് വീട്ടിൽ നിന്നാ? എൻ്റെ വീട്ടിൽ നിന്നൊന്നും അല്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അവരുടെ വീട്ടിൽ നിന്നല്ല. ആരുടെ വീട്ടിൽ നിന്നാ? അതെ, ഹാഗാറിന്റെ വീട്ടിൽ നിന്നല്ല, അബ്രഹാമിന്റെ വീട്ടിൽ നിന്നാണ്. ആരെയാണ് ഇറക്കി വിട്ടത്? ഹാഗാറിനെയും അവന്റെ മകനായ ഇസ്മായേലിനെയുമാണ് ഇറക്കി വിട്ടത്. എന്താ സംഭവം? അബ്രഹാമിന്റെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ സന്തോഷം ഇല്ലാതിരുന്നപ്പോൾ ദൈവം കൊടുത്തൊരു കുഞ്ഞാണ് ഇസ്മായേൽ. ഇസ്മായേൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇസഹാക്കുണ്ടായി. വാഗ്ദത്ത പുത്രനായി ഇസഹാക്കുണ്ടായപ്പോൾ സാറായിയുടെ പ്രാധാന്യം കുറഞ്ഞു. ഒന്ന് മാത്രമല്ല, ഈ ഇസ്മായേൽ എന്ന ആ ചെറു കൊച്ചൻ, അവന് അർഹിക്കപ്പെടാത്ത ഒത്തിരി നന്മ കിട്ടിയപ്പോൾ അവൻ അഹങ്കാരിയായിപ്പോയി, പരിഹാസിയായിപ്പോയി. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം. ദൈവം നമുക്ക് അർഹിക്കപ്പെടാത്ത പലതും നമുക്ക് വെച്ച് നീട്ടും. നമ്മളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് നൽകുന്നത് പോലെ ദൈവം ഉയരത്തിലെ കലവറ തുറന്ന് നമുക്ക് തന്നാൽ നമ്മൾ അതിലൊന്നും അഹങ്കരിക്കുകയോ ഇല്ലാത്തവരെ മനസ്സുകൊണ്ട് പോലും നിന്ദിക്കുകയോ നമ്മൾ ചെയ്യരുത്. ദൈവത്തിനൊട്ടും ഇഷ്ടമല്ലത്. ഇസ്മായേല് അവൻ പരിഹാസിയായിപ്പോയി. നമ്മളും പരിഹസിക്കരുത്, നമ്മുടെ മക്കൾ പരിഹസിക്കരുത്. നമ്മൾ ദൈവസന്നിധിയിൽ താന്നിരിക്കുക. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ താമസിക്കുന്ന വയനാട്ടിൽ ഒരു വലിയ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി. ഞാൻ താമസിക്കുന്നതിൻ്റെ അവിടുന്ന് ഒരു 23 കിലോമീറ്റർ അകലെയാണ്. ഒരു ദിവസം രാവിലെ ഉണർന്നത് ഞെട്ടിക്കുന്ന വാർത്തയുമായിട്ടാണ്. ജൂലൈ മാസം 30-ാം തീയതി. ഓർത്തു നോക്കിയേ, വെളുപ്പിന് 1:30 മണിക്ക് ആദ്യത്തെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി. അപ്പോഴേക്കും മലമുകളിലുള്ള ആളുകളൊക്കെ പറഞ്ഞു, മല ഇനിയും പൊട്ടും, നമുക്ക് ആ സമഭൂമിയിലേക്ക് താഴേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ താഴെയുള്ള ചൂരൽമല എന്ന സ്ഥലത്തേക്ക് ജനങ്ങൾ ഈ കാട്ടിൽ 2.5 മണിക്കൂർ ഇരുട്ടത്ത് ഇവരെല്ലാം കൂടെ നുറുങ്ങുവെട്ടവുമായിട്ട് മൊബൈലിൻ്റെ വെട്ടമൊക്കെ ആയിട്ട് വന്നു നിന്നു. കാരണം ഇനിയും ഇത് പൊട്ടും, രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൊണ്ട്. അങ്ങനെ വന്നപ്പോൾ 3:30 മണിയായപ്പോൾ രണ്ടാമത്തെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായി. സംഭവിച്ചത് അത് അതിതീവ്രമായിരുന്നു. ആ വലിയ മല ഇടിഞ്ഞു വന്നപ്പോൾ അവിടെ നിന്ന് ഒലിച്ചു വന്ന കല്ലും മണ്ണും വെള്ളവും വൃക്ഷങ്ങളുടെ ശിഖരങ്ങളും എല്ലാം പാഞ്ഞു വന്നത് രക്ഷപ്പെടാൻ വേണ്ടി ഒരു രക്ഷാകേന്ദ്രം പോലെ ആ സമഭൂമിയിൽ അവർ വന്നു നിന്ന ആ സ്ഥലത്തേക്ക് ഒഴുകി വന്നു. ഏതാണ്ട് 500ഓളം ആളുകൾ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. സഹോദരങ്ങളെ, ഇതുപോലെ വളരെ ദുസ്സഹമാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത നമ്മുടെ ജീവിതം. നമുക്കൊരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ. CT സ്റ്റഡ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്, അത് വേഗം തീരും, നമ്മളെല്ലാവരും കടന്നു പോകും. കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്തോ അത് മാത്രം നിലനിൽക്കും. ഓർത്തു നോക്കിയേ, അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. നമുക്ക് നിഗളിക്കാൻ, അഹങ്കരിക്കാൻ, പരിഹസിക്കാൻ നമുക്ക് തോന്നാതിരിക്കട്ടെ. കാരണം ഇന്ന് നിവർന്നു നിൽക്കുന്ന നമുക്ക് നാളെ നിവർന്നു നിൽക്കാൻ കഴിയുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ അതിമഹത്തായ കരുണ കൊണ്ട്, ദൈവത്തിൻ്റെ അതിമഹത്തായ ദയ കൊണ്ട് ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നു, ചരിക്കുന്നു. എന്നാൽ എന്നോർത്ത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല.
ദൈവം നമ്മളെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജോലി തീരുന്നത് വരെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. നമുക്ക് കർത്താവ് തന്ന ഒരു ശുശ്രൂഷയുണ്ട്. പാസ്റ്റേഴ്സിന്, ഇവിടെയുള്ള ജനങ്ങൾക്ക്, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സഹോദരന്മാർക്ക്, നമുക്കൊക്കെ ദൈവം ഒരു ദൗത്യം തന്നിട്ടുണ്ട്. ആ ദൗത്യം തീരുന്നത് വരെ ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമ്പോഴേ നമ്മൾ ചിന്തിക്കും ഇപ്പം തീരും, എന്തോ ഹാർട്ട് അറ്റാക്ക് വരാൻ പോവുകയെന്ന്. നമ്മളെപ്പോഴും കൂടിയതിലേക്കേ പോവുകയുള്ളൂ. ഞങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എൻ്റെ മദറിൻലോ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാനുണ്ടാവും തോന്നുന്നില്ലെന്ന്. ഞങ്ങൾ ചോദിച്ചു എവിടെ പോവാന്ന്. എവിടെയും പോവുമല്ല, എൻ്റെ ബ്രെയിൻ നിറച്ച്, തലച്ചോറ് നിറച്ച്, തലയ്ക്കകത്ത് മുഴുവൻ ട്യൂമറാണ്, മുഴയാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചു ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. ആരും പറഞ്ഞില്ല, പക്ഷേ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വലിയ ഡയഗ്നോസിസ് അല്ലേ. ഈ വൈദ്യശാസ്ത്രമൊക്കെ മാറി നിൽക്കും ഇങ്ങനെയുള്ള അമ്മമാരുടെ മുമ്പിൽ. അങ്ങനെ ഞങ്ങൾ വലിച്ചു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എല്ലാ പരിശോധനയും നടത്തി. ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആളല്ല, ആ വേദന, അങ്ങോട്ട് തിരിയാൻ മേല, ഇങ്ങോട്ട് തിരിയാൻ മേല, എന്തെല്ലാം പ്രശ്നമായിരുന്നു. ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആളേ മാറിപ്പോയി. ഉത്സാഹത്തോടെ നടക്കുന്നു. ഒരു വർത്തമാനമില്ലാത്ത ആൾ വർത്തമാനം കൂടി. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. നമുക്കൊരു ഭയം കുടുങ്ങിയാൽ വളരെ പ്രശ്നമാണ്. ഓർത്തു നോക്കിയേ, ഞാൻ ആ സമയത്ത് ഞാൻ ഓർക്കുന്ന ഇതാണ്, നമ്മുടെ ജോഷുവ, മോശയപ്പച്ചൻ മരിച്ചുപോയ അന്ന് മോശ വരുന്നില്ല, നെബോ പർവ്വതത്തിൽ നിന്ന് വരുന്നില്ല. അതുകൊണ്ട് മോശ വരാതായപ്പോൾ യോശുവയ്ക്ക് മനസ്സിലായി മോശ മരിച്ചെന്ന്. അത്രയും നാള് മോശ അടുത്തുണ്ടായിരുന്നു, എല്ലാം ചോദിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ മോശ അപ്രത്യക്ഷനാകുന്നു, കാണാൻ കഴിയുന്നില്ല. ഇനി ഞാൻ എന്തു ചെയ്യും? ഈ ലക്ഷക്കണക്കിന് ആളുകളെ ഞാൻ നയിക്കണം. അതുവരെ ഈ അപ്പച്ചൻ പറയുന്നത് കേട്ട് ചെയ്താൽ മതിയായിരുന്നു. നമ്മളും നമ്മുടെ കൂടെയുള്ള ആളുകളുടെ വില അറിയുന്ന എപ്പോഴാണെന്നറിയാമോ? അവരില്ലാതാകുമ്പോഴാണ്, അവരുടെ അസാന്നിധ്യത്തിലാണ്. അതുകൊണ്ട് നമ്മൾ അവരൊക്കെ അടുത്തുള്ളപ്പോൾ അവരെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക, അവരെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക, ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കാൻ പഠിക്കുക. അതാണ് കരണീയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. യോശുവായ്ക്ക് വല്ലാത്തൊരു ഏകാന്തതാ ബോധം, ഒരു വല്ലായ്മ. ദൈവമേ ഞാൻ എന്തു ചെയ്യും? യോശുവയുടെ ഹൃദയം ഭയപ്പെട്ടു പോയി. അപ്പോൾ കർത്താവ് അവിടെ ഇറങ്ങി വന്നു. ദൈവം അത് അറിഞ്ഞിട്ട് തൻ്റെ ഭക്തന്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് യോശുവയോട് കർത്താവ് പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ്? മോശയോടുകൂടെ ഇരുന്നതുപോലെ, ബാക്കി നിങ്ങൾ പറഞ്ഞേ, മോശയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. നീ ഭയപ്പെടണ്ട, ഭ്രമിക്കുകയും വേണ്ട എന്ന് ദൈവം പറഞ്ഞപ്പോൾ യോശുവ ശക്തിപ്പെട്ടു. യോശുവ മാർച്ച് ചെയ്തു, ജനത്തെ കൊണ്ടുപോയി കനാൻ ദേശം വിഭജിച്ചു കൊടുത്തു. മുഴുവൻ കാര്യങ്ങളും സെറ്റിൽ ചെയ്യാനുള്ള കൃപ ഈ ഒരൊറ്റ വചനത്തിലുണ്ടായിരുന്നു. നമ്മൾ തളർന്നിരിക്കുമ്പോൾ നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, കർത്താവിൻ്റെ ദാസൻ സംസാരിക്കുന്നത്, ഇവിടെയുള്ള സഹോദരങ്ങൾ പ്രബോധനം പറയുമ്പോൾ എടുത്തുച്ചരിക്കുന്ന ഒരു വചനങ്ങൾ, വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന വർഷിപ്പിനുള്ള ആഹ്വാനത്തിൽ പറയുന്ന ഒരു വാചകം നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാണ് സഹോദരങ്ങളെ. ദൈവവചനത്തിന് അത്രയും ശക്തിയുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ, അവൻ വല്ലാത്ത ഒരു പരിഹാസി ആയപ്പോൾ അബ്രഹാമിനോട് സാറ പറഞ്ഞു ഇവനെ പുറത്താക്കി കളയാൻ പറഞ്ഞു. അവനെ പുറത്താക്കി കളയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഞാനും വെള്ളം കൊടുക്കാം, നാട്ടിൽ വല്ലതും ആണെങ്കിൽ. താങ്ക് യു. അപ്പോഴ് എന്താണ്? പുറത്താക്കാൻ പറഞ്ഞു. അബ്രഹാമിന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ സാറ പറഞ്ഞത് കേൾക്കാൻ ദൈവം പറഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കും, അപ്പം ഞങ്ങൾ പറയുന്നതാണ് കേൾക്കേണ്ടതെന്നാണ് കർത്താവ് പറഞ്ഞത്. അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, അല്ലാതെ എല്ലാത്തിനും കയറി നിങ്ങൾ ഇടപെടരുത്. ഇടപെട്ട പ്രശ്നമാണ്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചുകൊണ്ട് ഏതേലും കുരുക്കിൽ പെട്ട് കഴിഞ്ഞാൽ ഭാര്യയോട് പറയും, കുരുക്കിപ്പെടുന്നവരെ പറയത്തില്ല. നമ്മൾ ചർച്ച ചെയ്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന്, അല്ലാതെ ഒറ്റ ബുദ്ധിക്കോ അവിടെ എവിടെയും പോയി ഓരോ കാര്യം ചെയ്ത് വെച്ചാൽ കുരുക്കിപ്പെട്ട് കഴിയുമ്പം എന്താണ് ഇനി ചെയ്യാമെന്ന്. അന്നേരം ഭാര്യ പറഞ്ഞു നിങ്ങളല്ലേ ചെയ്ത്, ബാക്കി കൂടെ ഒക്കെ ചെയ്തോളാൻ പറയും. അതുപോലെ ആകരുത് എന്നൊരു ഗുണപാഠവും കൂടെയുണ്ട്.
സ്ത്രീകളെ, ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞത്, സ്ത്രീകളെ ഒരു കുറ്റവും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പുരുഷന്മാർ ശ്രമിക്കരുത്. കാരണം സ്ത്രീകളുടെ സൈക്കോളജി അനുസരിച്ച്, സൈക്കോളജിസ്റ്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല, സ്ത്രീകളുടെ സൈക്കോളജി അനുസരിച്ച് അവർ തെറ്റ് ചെയ്യാറേയില്ല, എപ്പോഴും ശരി മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് തത്വം. പുരുഷന്മാരെ സംബന്ധിച്ച് വേറെ ഒത്തിരി കാര്യമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ പറഞ്ഞത് സ്ത്രീയോട് ഇവള് പറഞ്ഞ് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ വലിയ പണക്കാരനായ അബ്രഹാം ചെയ്തത് ഒരു തുരുത്തി വെള്ളം, തുരുത്തി എന്ന് പറഞ്ഞാൽ എന്താണ് തുരുത്തി എന്ന് പറഞ്ഞാൽ? ഉറക്കെ പറ, എന്തൊക്കെയോ പൊറുപൊറുക്കുന്നുണ്ട്. എന്തായിരുന്നു? ഒരു തോലിൻ്റെ കുടമാണ്, അതിനാണ് തുരുത്തി എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, കർത്താവേ അങ്ങയുടെ തുരുത്തിയിലുണ്ടല്ലോ എന്ന്. എന്നാന്നറിയാതാണോ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ തോലിൻ്റെ കുടം, പണ്ട് കാലത്ത് വീഞ്ഞൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന തോലിൻ്റെ കുടമാണ്. ആ കുടം, ആ തുരുത്തി നിറച്ച്, ഒരു തോൽക്കുടം നിറച്ച് വെള്ളം കൊടുത്തു, കുറച്ച് അപ്പക്കഷ്ണം കൊടുത്തു. നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അബ്രഹാമിനോട് ചോദിക്കുക, അബ്രഹാം പിതാവേ, ശകലോടൊക്കെ കൊടുത്തു വിടാൻ മേലെ 10 നാണയങ്ങളേലും കൊടുത്തു വിടാൻ മേലെ, ആ ചെറുക്കൻ എങ്ങനെയും ജീവിച്ചോണ്ടേനെ, അങ്ങ് എന്തോ ഇത്രയും ക്രൂരമായി ചെയ്തതെന്ന് നമുക്ക് ഇനി കാണുമ്പോൾ ചോദിക്കാം. പക്ഷേ ഇപ്പോൾ ഇത് എഴുതിയത് വായിക്കുകയേ രക്ഷയുള്ളൂ. അദ്ദേഹം അത് കൊടുത്തു വിട്ടു. മരുഭൂമിയിൽ എത്തുന്ന ബേർഷേബ, നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട്, ദാ പുറകിലൊക്കെ ഇരിപ്പുണ്ട്. എത്ര പേരാ ഉള്ളത്? അപ്പോൾ ഗൾഫിൽ ഇങ്ങനെ നോക്കത്താ ദൂരത്ത് വ്യാപിച്ചു കിടക്കുന്ന വലിയ ഊഷര മരുഭൂമിയുണ്ട്. അതിനകത്ത് പെട്ടുകഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കരകയറാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഓർക്കുക അങ്ങോട്ടായിരിക്കുമെന്ന്, അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ ഒരു എത്തും പിടിയില്ല, ഇപ്പുറത്ത് നോക്കുമ്പോൾ അതില്ല, ഒന്നുമില്ല, മരുഭൂമിയിൽ വഴിതെറ്റും. അങ്ങനെ ശരീരത്തിലെ ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ടവിടെ മരിച്ചു വീഴുക അല്ലാതെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. മൊബൈലിൽ നെറ്റ്വർക്കില്ല. അപ്പോൾ എന്തു ചെയ്യും? മനുഷ്യൻ പെട്ടുപോകും. ബേർഷേബ മരുഭൂമി സമാനമായ മരുഭൂമിയാണ്. മരീചിക പോലെ ജലസ്രോതസ്സുകൾ ഒട്ടുമില്ലാത്ത ഈ മരുഭൂമിയിലേക്ക് ഈ അബ്രഹാം ഇറക്കി വിട്ട ഹാഗാറും മകനും കൂടെ ചെല്ലുകയാണ്. അവർ വഴിക്ക് വെച്ച് ഇതെല്ലാം കഴിച്ചു തീർത്തു. ഈ ചെറുക്കനെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കഴിച്ച് വളർന്നതായതുകൊണ്ട് അവൻ ഫുള്ള് കഴിച്ചു തീർത്തു. അവിടെ എത്തുന്നതിന് മുമ്പ് നമ്മൾ ചർച്ച് വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞാൽ കൊണ്ടുവന്നത്, പക്ഷേ കാറേന്നേ നമ്മുടെ പുള്ളികൾ ഫിനിഷ് ചെയ്യല്ലേ. അതേപോലെ ഈ ചെറുക്കൻ വഴിയെന്നേ സംഭവം തീർത്തു. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് വിശക്കുന്നു എന്ന് പറയുന്നത്. അതേപോലെ ഈ കൊച്ചൻ പറഞ്ഞു, വിശക്കുന്ന അമ്മേ, ദാഹിക്കുന്നെന്ന് പറഞ്ഞു. സംഭവിച്ചത് എന്താ? അവിടെ വല്ലതും ഉണ്ടോ? ഇനി ഒരൊറ്റ കാര്യമേ അവരുടെ മുമ്പിലുള്ളൂ, മരിക്കുക എന്നുള്ളത് മാത്രമാണ്. മരുഭൂമിയിൽ ജലാംശമില്ലാതെ ശരീരത്തിൽ വല്ലാത്ത ക്ലേശമുണ്ടായി അവർ മരിച്ചു വീഴുക, അതൊക്കെ പണ്ട് സ്വാഭാവികമായ കാര്യങ്ങളായിരുന്നു. ഇന്നാണ് പിന്നെ നമുക്ക് പല വഴികളുള്ളത്, പല വഴികൾ ഇന്നുണ്ട്. പക്ഷെ അന്ന് അതൊന്നും ഇല്ലാത്ത കാലത്ത് മരുഭൂമിയിൽ സഞ്ചാരികൾ മരിച്ചു വീഴാറുണ്ടായിരുന്നു. അതേപോലെ മരിക്കുമെന്ന് അമ്മയ്ക്കറിയാം. അമ്മയ്ക്കൊരു കാര്യം അറിയാം, എൻ്റെ മോൻ ആദ്യം മരിക്കും, അത് കഴിഞ്ഞ് ഞാനും മരിക്കും, ഞാൻ മരിക്കും, എൻ്റെ മകൻ മരിക്കും, എൻ്റെ മകൻ മരിക്കും, ഞാനും മരിക്കും, ഞങ്ങളുടെ ജീവിതം ഇവിടെ തീരുമെന്ന് ഈ അമ്മ വിധി എഴുതി. അമ്മ ചിന്തിച്ചിട്ട് ഒരു അൻപിൻപാട് കുറച്ച് ദൂരത്തേക്ക് അമ്മ ഓടിപ്പോയി അവിടെ കാത്തിരുന്നപ്പോൾ ഹാഗാറിനെ വിളിച്ചൊരു കർത്താവിൻ്റെ ശബ്ദം കേട്ടോ, ഹാഗാറേ നീ എഴുന്നേൽക്കുക, നിന്റെ മകന്റെ നിലവിളി ഉയരത്തിലേക്ക്, ആകാശവീജികൾക്കപ്പുറം ബാലന്റെ കരച്ചില് സ്വർഗസിംഹാസനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവന് വേണ്ടി ഞാനൊരു ഉറവ് തുറന്നിട്ടുണ്ട്. ഈ 2025 പല ഉറവുകളും നമുക്ക് തുറക്കുന്ന വർഷമാണ്. നമ്മുടെ നിലവിളി ഉയരത്തിലേക്ക് എത്തുമ്പോൾ ആ സർവശക്തനായ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിയാതെ നമുക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഉറവുകൾ തുറക്കാൻ ശക്തനായ ഒരാളെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓർത്തു നോക്കിയ സഹോദരങ്ങളെ, ഉറവ് തുറന്നു, അവൻ വെള്ളം കുടിച്ചു, അവിടുന്ന് അവർ പോയി. നിങ്ങൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ പറയാം.
ഉൽപ്പത്തി പുസ്തകം 25 എടുക്കണ്ട, അവിടെ എഴുതിയിട്ടുണ്ട്. മരുഭൂമിയിൽ മരിച്ചു വീഴുമെന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ, മരുഭൂമിയിൽ മരിച്ചു വീഴുമെന്ന് പറഞ്ഞ ഈ അമ്മ, ഇവർ രണ്ടും അവിടെ മരിച്ചു വീണെങ്കിൽ അവരവിടെ ഉണങ്ങി അസ്ഥികൂടമായി കിടക്കുമ്പോൾ അതിലേ പോകുന്ന ഇടയന്മാർ പറയും, ഹാഗാറും ഈ മകൻ ഇസ്മായേലുമാണിത്. കോടീശ്വരനായ അബ്രാഹാമിന്റെ വീട്ടിൽ നിന്ന് വന്നതാണ്. ഇത് ആര് ഇയാൾ ഇറക്കി വിട്ടു? ഇയാൾ എന്തൊരു മനുഷ്യനാണ് എന്നൊക്കെ ചോദിച്ച് ദൈവനാമത്തിന് അപമാനം വരും. അതിന് തമ്പുരാൻ സമ്മതിക്കത്തില്ല. നമ്മൾ നിമിത്തം ദൈവനാമം അപമാനപ്പെടാൻ കർത്താവ് സമ്മതിക്കുകയില്ല. കർത്താവ് ചിലതൊക്കെ തട്ടി മാറ്റിക്കളയും. കർത്താവ് തട്ടി മാറ്റുന്നത് നമ്മൾ ഒരിക്കലും പിടിച്ചടുപ്പിക്കരുത്. വീടിൻ്റെ കാര്യമാണെങ്കിലും വിവാഹമാണെങ്കിലും നമ്മുടെ ജോലിയുടെ കാര്യത്തിലുള്ള കാര്യമാണെങ്കിലും കർത്താവ് തട്ടി മാറ്റിയതാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് പിടിച്ചെടുക്കരുത്. ചില വിവാഹങ്ങളൊക്കെ എല്ലാം സെറ്റായി വരും, മാറിപ്പോവും. അപ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. എല്ലാവരോടും പറയും, ഞങ്ങളെല്ലാം റെഡിയായി വന്ന, പക്ഷേ അവസാനം എന്തോ മാറിപ്പോയി. കുറേ കാലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ ദൈവം തട്ടി മാറ്റിയതാന്ന് അന്നറിയുമ്പോൾ ആദ്യത്തെ ദുഃഖം മാറിപ്പോകുന്ന എത്ര സംഭവങ്ങൾ എൻ്റെ പരിചയക്കാരുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഓർത്തു നോക്കിയ സഹോദരങ്ങളെ, ദൈവം തട്ടി മാറ്റുന്നത് ദൈവനാമം അപമാനപ്പെടാതിരിക്കാൻ വേണ്ടിയായിരിക്കും. ഇവിടെ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് നമ്മൾ കണ്ടത്, അവർ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് അവർ വേറൊരു ദേശത്തെത്തി. 25 അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. ചുരുക്കി പറയാം, ഇസ്മായേലിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകളാണിത്. ആരെക്കുറിച്ചാ പറയുന്നത്? ഈ ഇസ്മായേൽ മറ്റൊരു ദേശത്ത് പോയി ഹാഗാറിൻ്റെ കൂടെ അവിടെ താമസിച്ച് വിവാഹിതനായി. അവന് മക്കളുണ്ടായി. ഇസ്മായേലിൽ നിന്ന് 12 പ്രഭുക്കന്മാരുണ്ടായി. ആ ദേശത്തിൻ്റെ വിവിധ പ്രവശ്യകൾ ഭരിക്കുന്ന ഭരണകർത്താക്കളായിട്ട് അവർ മാറി. ഹാഗാർ അമ്മച്ചി ആ പട്ടണങ്ങളുടെ നടുവിലൂടെ പോകുമ്പോൾ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പ്രഭുക്കന്മാരുടെ വല്യമ്മച്ചിയാണെന്ന് പറയത്തക്ക വിധത്തിൽ ദൈവം ആ തലമുറയെ അനുഗ്രഹിച്ച ചരിത്രമാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ നിലവിളി പാഴല്ല, നമ്മുടെ കണ്ണുനീർ പാഴല്ല. അവ തുരുത്തിയിലാക്കി വയ്ക്കുന്ന, അത് അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരു ദൈവം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മാർത്തയും മറിയയും വല്ലാതെ കരഞ്ഞു. അവരുടെ ഏക സഹോദരൻ, മൂത്ത സഹോദരനായ ലാസർ മരിച്ചുപോയി. അപ്പൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം ഓമനിച്ച് പെണ്ണന്മാരെ രണ്ടുപേരെയും വളർത്തി ഒരു നിലയിലാക്കാൻ, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയിൽ യേശു ചങ്ങാതിയായി. പക്ഷെ അതുകൊണ്ടും പ്രയോജനമില്ല, അവർ മരിച്ചുപോയി. എത്ര ദുഃഖം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ചെങ്കതിരി പോലെ യേശു വന്നപ്പോൾ, പ്രതീക്ഷയുടെ പൊൻവെളിച്ചം അവിടെ വിതറിയപ്പോൾ, കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുമെന്ന് ചോദിച്ച് അധൈര്യപ്പെട്ട് കാത്തിരുന്നപ്പോൾ, ലാസറസ് കം ഔട്ട് എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ലാസറിനെ ജീവനോടെ എഴുന്നേൽപ്പിച്ചു കൊടുത്തതുപോലെ, നമുക്ക് അസാധ്യമെന്ന് ചിന്തിക്കുന്നത്, നമുക്ക് നടക്കുകയില്ലെന്ന് തോന്നുന്നത് അത്ഭുതാവഹമായ സംഭവമാക്കി മാറ്റും. യേശയ്യാപ്രവചനത്തിൽ നമ്മളൊരു വാക്യം വായിച്ചിട്ടില്ലേ? പ്രസവിക്കാത്ത മച്ചിയെ പൊട്ടി ആർത്ത് ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ ആർത്തുകൊള്ളുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് ഞാൻ പറയുന്നുവെന്ന്. ലോകം അസാധ്യമെന്ന് പറയുന്നത്, ലോകം നടക്കുകയില്ലെന്ന് പറയുന്നത്, ലോകം എഴുതി തള്ളുമ്പോൾ സർവശക്തനായ ദൈവം പറയുകയാണ് അതല്ല, നടക്കാൻ പോവുകയാണെന്ന്. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ എഴുത്തല്ല ദൈവത്തിൻ്റെ എഴുത്ത്. ദൈവത്തിൻ്റെ എഴുത്ത് വ്യത്യസ്തമായതാ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ ബേൽഷസർ എന്ന് പറയുന്ന രാജാവ് ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ഉപകരണങ്ങൾ, ദേവാലയത്തിലെ പാത്രങ്ങളൊക്കെ ദുർവിനിയോഗം ചെയ്തപ്പോൾ കർത്താവ് ഭിത്തിയിൽ എഴുതി, എന്താണ്? മെനെ മെനെ തെക്കേൽ ഊഫർസീൻ എന്നെഴുതി. അതിൻ്റെ അർത്ഥം, ഞാൻ നിന്നെ എണ്ണി നിന്നെ തൂക്കി നീ കുറവുള്ളവനായി കണ്ടു. നിന്റെ രാജ്യത്വം മെഡ്യ പാർഷ്യ സമൂഹത്തിന് കൊടുക്കാൻ പോവാണ്, പറിച്ചു കീറി കൊടുക്കാൻ പോവുകയാണ്. അന്ന് കള്ളുകുടിച്ച് അബോധാവസ്ഥയിൽ കിടന്നവനെ യൂഫർട്ടീസ് നദി നീന്തിക്കിടന്ന് ദാരിയൂസ് എന്ന മേദ്യ പാർഷ്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ നീന്തിക്കിടന്നു വന്ന് അവനെ വെട്ടിക്കൊന്നിട്ട് രാജ്യം പിടിച്ചടക്കിയതുപോലെ സർവശക്തനായ ദൈവത്തിന്
ദൈവത്തിന് ചിലരെ നീക്കിക്കളഞ്ഞിട്ടാണ് ദൈവനീതി നടപ്പിലാക്കണേ. അങ്ങനെ ചെയ്യും കർത്താവ്. നിങ്ങളെ ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ, നിങ്ങളൊന്നും ചെയ്യാൻ കഴിയല്ല. നിങ്ങൾ നിശബ്ദമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവർ നിമിത്തം ഭയങ്കര കണ്ണുനീര് നിങ്ങൾ ഏകാന്തതയിൽ ചൊരിയാറുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒരു ദിവസം അവിടെ ചെല്ലുമ്പോൾ അവരുടെ സീറ്റിൽ അവർ കാണുകയില്ല. നമ്മൾ അവർ നശിച്ചു പോകാനല്ല പറയുന്നേ, പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണെങ്കിൽ ദൈവം അതിനകത്ത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. തൻ്റെ പൈതൽ ഇതുപോലെ വേദനിക്കാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കുകയില്ല. നിങ്ങൾക്കറിയാലോ, സ്തേഫാനോസ് കല്ലേറുകൊണ്ട് പിടയുന്ന ഒരു രംഗം അപ്പസ്തോലപ്രവൃത്തി എഴുതിയിട്ടുണ്ട്. തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ഉരുളൻ കല്ലുകൾ തൻ്റെ നെറ്റിയിലും തൻ്റെ മുഖത്തും തൻ്റെ കണ്ണിൻ്റെ താഴെയും അവിടെയും ഇവിടെയുമെല്ലാം പരിക്കേൽപ്പിക്കുമ്പോൾ കല്ല് എവിടുന്ന് വരുന്നു, ആ കല്ല് ഒഴിഞ്ഞു മാറണമല്ലോ എന്ന് കരുതിയല്ല അദ്ദേഹം ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ നോട്ടം കല്ലുകളിലേക്കായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ നോട്ടം ഉയരത്തിലേക്കായിരുന്നു. എന്നിട്ട് സ്തേഫാനോസ് ചെയ്തത് എന്താ? സ്വർഗം തുറന്നിരിക്കുന്നതും അദ്ദേഹം പറയുവാ, ഞാൻ കാണുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതല്ല, നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്നാ പറഞ്ഞേക്കുന്നേ. എന്താ കാരണം എന്നറിയാമോ? മനുഷ്യപുത്രൻ ഇരുന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ തൻ്റെ ഭക്തൻ തീജ്വാല പോലെ ഈ കല്ലേറുകൊണ്ട് വേദന അനുഭവിക്കുമ്പോൾ കർത്താവിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കർത്താവ് എഴുന്നേറ്റ് നിന്ന് തൻ്റെ ഭക്തൻ്റെ വേദനയിൽ അതോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവൻ്റെ വേദന കഴിഞ്ഞ് അവൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ അവനെ ആശ്ലേഷിച്ച് സ്വീകരിക്കാൻ വേണ്ടി കർത്താവ് അവിടെ എഴുന്നേറ്റ് നിൽക്കുക. ഈ 2025 നമുക്ക് വിരോധവും പ്രതികൂലവുമാകുന്ന കാര്യങ്ങളിൽ നമ്മൾ നോക്കേണ്ടത് ഉയരത്തിലേക്കാണ് സഹോദരങ്ങളെ. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയുവാൻ എൻ്റെ മനസ്സിലേക്ക് ഓടി ഓടി വരുന്നുണ്ട്. നമ്മുടെ ദൈവം ഒരിക്കലും നമുക്കാർക്കും കടക്കാരനല്ല. നമ്മളെ രക്ഷിച്ചെങ്കിൽ, നമ്മെ പുത്രനെ തന്ന് രക്ഷിച്ചെങ്കിൽ, അതാ റോമാലേഖനത്തിൽ പറയുന്നത്, പുത്രനെ പോലും ആദരിക്കാതെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ക്രൂശിൽ വെച്ച് പാപം ചുമത്തപ്പെട്ടവനായി പിതാവേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടുവെന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ, സ്വർഗത്തിലേക്ക് ആ നിലവിളി എത്തിയപ്പോൾ ദൈവത്തിനും തോന്നിയിട്ടുണ്ടാകും പുത്രനെ രക്ഷിക്കാൻ. പക്ഷേ പുത്രന്റെ നിലവിളി കേൾക്കാതെ മുഖം മറച്ചു കളഞ്ഞു. പുത്രനെ രക്ഷിച്ചാൽ ഈ കോടാനുകോടി ജനത്തെ നരകശിക്ഷയ്ക്കായിട്ട് വിട്ടുകൊടുക്കേണ്ടി വരും. ദൈവത്തിൻ്റെ കരുണ പുത്രനേക്കാൾ നമ്മോട് കാണിച്ചു എന്നാണ് റോമാലേഖനത്തിൽ പറയുന്നത്. സ്വന്തം പുത്രന്റെ മുഖത്തെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ നമ്മുടെ ദൈവം ആരാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ അറിയണം. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ അറിയണം. കർത്താവ് നമുക്ക് തന്ന ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ അറിയണം. യേശുക്രിസ്തു പറഞ്ഞു, ദൈവശക്തിയെയും തിരുവെഴുത്തുകളെയും അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള ഈ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്, അമ്മ വിചാരിച്ചു ഞാൻ മരിക്കും, എൻ്റെ മകനും മരിക്കും, ഞങ്ങളുടെ ജീവിതം ഈ മരുഭൂമിയിൽ തീർന്നു പോകത്തേ ഉള്ളൂ. പക്ഷെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഇസ്മായേലിനെ കുറിച്ച് ചിന്തയുള്ള ദൈവം അവനെ പ്രഭുക്കന്മാരുടെ പിതാവാക്കി, ഹാഗാറിനെ പ്രഭുക്കന്മാരുടെ വലിയ മച്ചിഹായി, അവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതായിരുന്നു. സഹോദരങ്ങൾ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ ഈ സഭയെക്കുറിച്ച്, കർത്തൃദാസരെ കുറിച്ച്, ഇവിടെയുള്ള സഹോദരങ്ങളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് എല്ലാം ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി ശാശ്വതമായിട്ട് ഇരിക്കും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഏലീശ എന്ന തീഷ്ണമതിയായ പ്രവാചകൻ ശമരിയുടെ പടിവാതുക്കൽ ഓടി വന്നിട്ട് ഒരു പറച്ചിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ 1 സെയ ഗോതമ്പ് മാവും 2 സെയ യവവും 1 ഷെക്കേലിന് വിൽക്കും. ഇന്നും യഹൂദന്റെ നാണയം ഷെക്കേലാണ്. അപ്പോൾ അത് കണ്ട ഒരു വലിയ ഓഫീസർ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഇത്രയും വലിയ ക്ഷാമം, ജലസ്രോതസ്സുകളെല്ലാം വറ്റി, പച്ചിലകളൊന്നും കാണാനില്ല ദേശത്ത്, പൊടിപടലങ്ങളെ കൊണ്ട് അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നു,
രാജകൊട്ടാരത്തിൽ പോലും പട്ടിണി. അതാണ് അന്നത്തെ സാഹചര്യം. ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അയാൾ പറഞ്ഞു, യഹോവ ആകാശത്തിന് പറഞ്ഞേ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് ആ ഓഫീസർ പറഞ്ഞു. അയാളുടെ പറച്ചില് ബുദ്ധിപരമായ നിലയിൽ ഒരു തെറ്റുമില്ല. പക്ഷെ പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ പറഞ്ഞത്? നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ അത് കാണും, പക്ഷെ അതിൽ നിന്ന് അനുഭവിക്കുകയില്ല. സഹോദരങ്ങളെ, ദൈവം നമ്മോട് കർത്തൃദാസനിലൂടെ ദൈവമക്കളിലൂടെ നമുക്ക് ദൂതായിട്ട് സന്ദേശങ്ങൾ തരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ എതിർക്കരുത്. നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ലെങ്കിലും നമ്മൾ അതിന് ആമേൻ പറയുമ്പോൾ, നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്ത കാര്യമാണെങ്കിലും അതിൻ്റെ അകത്തൊരു ദൈവനീതി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതമുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ട് നടക്കും. എല്ലാ കാര്യവുമല്ല ഞാൻ പറയുന്നത്, എല്ലാ കാര്യവുമല്ല. ദൈവത്തിൻ്റെ ഹിതം അതിനകത്തുണ്ടെങ്കിൽ, ദൈവനീതി അതിനകത്തുണ്ടെങ്കിൽ അതേ നടക്കത്തുള്ളൂ. നമ്മൾ ചാടിക്കേറി നെഗറ്റീവായി അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ചെറുപ്പക്കാരൻ ഓഫീസർ, ഹയർ ഓഫീസർ, അയാൾ പറഞ്ഞു യഹോവ ആകാശത്തിന് കിളിവാതിൽ ഉണ്ടാക്കിയാലും നടക്കാൻ പോകുന്നില്ല. പ്രവാചകന്റെ തീഷ്ണതയുള്ള കണ്ണുകൾ, അഗ്നി പോലെ തിളങ്ങുന്ന തൻ്റെ കണ്ണുകൾ സൂക്ഷിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നീ അത് കണ്ണുകൊണ്ട് കാണും, പക്ഷേ അതിൽ നിന്ന് അനുഭവിക്കുകയില്ല. ഓർത്തു നോക്കിയേ അവിടെ സംഭവിച്ചത്. അരാം പട്ടാളം, സിറിയൻ പട്ടാളം ഇവരെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ കുറച്ച് കുഷ്ഠരോഗികളുണ്ടായിരുന്നു. അവർ സിറിയൻ പട്ടാളത്തിൻ്റെ പാളയത്തിൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു, അവർ വലിച്ചെറിയുന്ന ഭക്ഷണം കഴിക്കാൻ. പക്ഷേ അവരവിടെ ചെന്നപ്പോൾ ആരുമില്ല. യഹോവ ആകാശത്ത് ഒരു മുഴക്കം കേൾപ്പിച്ചു, തൻ്റെ മക്കൾക്ക് വേണ്ടി മുഴക്കം കേൾപ്പിച്ചു കർത്താവ്. ഇവർ പേടിച്ചു പോയി. യുദ്ധത്തിൻ്റെ ആരവമാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ സിറിയൻ പട്ടാളം, അരാം പട്ടാളം ഓടിപ്പോയി. അവരുടെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, വിലപിടിപ്പുള്ള ഭക്ഷ്യധാന്യങ്ങൾ, അവർ ഒരുപാട് നാൾ കഴിയേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ട് പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി അവർ ഓടിപ്പോയി. അങ്ങനെ ഈ കുഷ്ഠരോഗികൾ അവിടെ ചെന്നു. അവരവിടെ ചെന്നിട്ട് കഴിക്കാൻ തുടങ്ങി. ബൊഫേ കഴിച്ച മലയാളിയെ പോലെ അവരങ്ങ് വശം കെട്ടു. കഴിച്ചപ്പോൾ അവരാവശ്യത്തിന് സാധനങ്ങളൊക്കെ എടുത്തു. എന്നിട്ട് അവർ ഈ ശമരിയുടെ പടിവാതിൽക്ക് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ അരാമ്പാളയത്തിൽ പോയായിരുന്നു, അവിടെ ആരുമില്ല, ഇഷ്ടംപോലെ അവിടെ കാലി കിടക്കുക, പന്തങ്ങളൊക്കെ എരിഞ്ഞിരിപ്പുണ്ട്, അവരെതിലേ പോയി എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നുണ പറയാതെ പോടാന്ന് പറഞ്ഞു കാണും. അപ്പോൾ ഇവരുടെ ഭാണ്ഡം അഴിച്ചു കൊടുത്തു. ഇത് കണ്ടോ, 50 താലന്ത് വെള്ളി, കണ്ടോ, ഇത് കണ്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അവർ എടുത്തുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കെട്ടഴിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കും തോന്നി ഇവർ പറഞ്ഞ് ശരിയായിരിക്കുമെന്ന്. ചിലത് കഥ പോലെ തോന്നും നമുക്ക്, പക്ഷെ അത് യാഥാർത്ഥ്യമായിരിക്കും. ആ കഥ കേട്ടപ്പോൾ പട്ടാളക്കാർ കുതിരക്കാരെ അയച്ചു കഴിഞ്ഞപ്പോൾ യാഥാർത്ഥ്യമെന്ന് ബോധ്യമായി മുഴുവൻ എടുത്തുകൊണ്ട് വന്നിട്ട് ശമരിയുടെ പടിവാതിക്കൽ ഇങ്ങനെ വെച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ പ്രവാചകൻ പറഞ്ഞ പോലെ വിതരണമാണ്. 1 ഷെക്കേലിന് 1 സെയ ഗോതമ്പ് മാവ്, വില കൂടിയ ധാന്യം, 2 സെയ യവം, വില കുറഞ്ഞ ധാന്യം, ഇത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇയാളോട് രാജാവ് പറഞ്ഞു, നീ ഇങ്ങനെ നിന്നോണമെന്ന് പറഞ്ഞു. ഇങ്ങനെ നിന്നോണം എന്ന് പറഞ്ഞു. ഈ തിരുവല്ലായിലൊക്കെ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഈ ഭക്ഷണ ശാലയുടെ വാതിക്കൽ ഒരു പുള്ളി ഇങ്ങനെ നിൽക്കും, ആരെയും കയറ്റി വിടാതെ, ഈ വാതിൽ തുറക്കാതെ. പക്ഷേ അവിടെ നിൽക്കുന്നവൻ ജീവനിൽ കൊതിയുള്ള ഒരുത്തൻ നിൽക്കരുത്. എന്താണെന്നറിയാവോ? ഈ വിശപ്പ് മൂത്ത നമ്മുടെ ആളുകൾ ഇടിച്ച് നിരപ്പാക്കി വേണേൽ അങ്ങോട്ട് കയറിപ്പോവും. നമ്മുടെ കേരളത്തിലെ KSRTC കയറണമെങ്കിൽ നമ്മളിവിടെ നിന്ന് കൊടുത്താൽ മതി, എടുത്ത് അങ്ങോട്ട് കയറ്റി നമ്മളെ അവിടെ സീറ്റിൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തിക്കോളും. അപ്പം ഇതുപോലെ ഈ വിശപ്പ് മൂത്ത ഈ ജനത്തെ തടയാൻ വേണ്ടി ഇയാളിങ്ങനെ കൈയും പിരിച്ച് നിൽക്കുക. ജനമുണ്ടല്ലോ ഇടിച്ച് കയറി ചവിട്ടി മെതിച്ച് ഇയാൾ ചത്തുപോയി. അപ്പോൾ പ്രവാചകൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. സഹോദരങ്ങളെ, ഒരു പാഠമുള്ളത്, ദൈവപ്രവൃത്തിയെ നമ്മൾ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് നടക്കുമെന്ന് ദൈവമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞെങ്കിൽ, നമ്മുടെ ആവേശത്തിന് ചിന്തിച്ചതല്ല, ഏതെങ്കിലും ഒരു പ്രവാചക വേഷം കിട്ടുന്ന ആൾ പറയുന്നതല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ ദൈവം നിങ്ങളോട് സംസാരിച്ചതാണെങ്കിൽ അതിനെ തെറ്റിദ്ധരിക്കരുത്, സംശയിക്കരുത്. ദൈവപ്രവൃത്തി ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ മനുഷ്യൻ്റെ പ്രതീക്ഷകൾ, അവൻ്റെ പ്രതീക്ഷകളൊക്കെ ഭൂമി പോലെ താണു കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉന്നതവും ശാശ്വതവുമായിരിക്കും. നമ്മെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, നമ്മുടെ മക്കളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ
നമുക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. സഹോദരങ്ങളെ, എനിക്ക് ഈ സന്ദേശം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടുത്തെ ഈ സാഹചര്യങ്ങൾ നമ്മെ അതിന് അനുവദിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. സർവശക്തനായ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊക്കെ അന്തിമമായൊരു ഹിതമുണ്ട്. അതിന് മുമ്പാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജീവിതം താൽക്കാലികവും പെട്ടെന്ന് പോകുന്നതുമാണ്. നമുക്ക് നമ്മുടെ ഒരായുസ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാം. ഈ കൊച്ചു കാലത്ത് നമുക്ക് പിണങ്ങിയിരിക്കാൻ നേരമില്ല, വൈരാഗ്യപ്പെട്ടിരിക്കാൻ നേരമില്ല. വളരെ പെട്ടെന്ന് തീരുന്ന ഹ്രസ്വമായ ജീവിതത്തിൽ നമുക്ക് ആത്മാർത്ഥതയോടെ സ്നേഹിക്കാം. എന്ന് നമ്മുടെ ജീവാന്ത്യത്തിന് തുടക്കം കുറിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാത്തത് കൊണ്ട് നമുക്ക് സ്നേഹിക്കാം, കരുതാം, കർത്താവിന് വേണ്ടി നിൽക്കാം, ആത്മാക്കളെ നേടാം, നമ്മുടെ സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.